آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين واجعلنا من أهل الجنة ولا تجعلنا من أهل النار. واغفر لآبائنا واغفر لأمهاتنا والذين سبقونا بالإيمان. اللهم أعزنا بالإسلام وارفع بنا راية القرآن. اللهم أعزنا بالإسلام وارفع بنا راية القرآن. اللهم أعزنا بالإسلام وارفع بنا راية القرآن. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. ആമീൻ. ഉലഹ്യത്ത് 4 വാക്കുകൾ പറയാം, കൂട്ടിയൊന്നും പറയുന്നില്ല. ഉലഹ്യത്ത് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരു സംഗതിയാണ്. അതിൻ്റെ പിന്നിൽ ഉലഹ്യത്ത് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഒരു അറവ് എന്ന് പറഞ്ഞ ഒരു സംഗതിയല്ല സത്യത്തിൽ ഉലഹ്യത്ത്. ഉലഹ്യത്തിൻ്റെ പിന്നിൽ താത്വികമായ ഒരു ചരിത്രമാണ് സത്യത്തിൽ ഏറ്റവും വലിയ അധ്യാപകൻ. ചരിത്രമാണ് ഏറ്റവും വലിയ പാഠം. ചരിത്രം തന്നെയാണ് ഊർജം. ചരിത്രമാണ് എല്ലാം. ചരിത്രത്തിൻ്റെ ഒരു വലിയ മഹത്വം ഉണ്ട് എന്നതുകൊണ്ട്, പിൻബലമുണ്ട് എന്നതുകൊണ്ടാണ് ഉലഹ്യത്ത് പുണ്യകരമാകുന്നത്. ഉലഹ്യത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു അറിവാണ്. ഒരു അറിവിന് വേണ്ടത് ഒന്ന് ഉരുവിനെ വേണം, ഒന്ന് അറവുകാരനെ വേണം, ഒന്ന് ആയുധം വേണം. അത് ഏത് അറിവിനും വേണം. അത്ര തന്നെ ഉലഹ്യത്തിനും വേണ്ടതുള്ളൂ. എത്രയോ മൃഗങ്ങളെ എല്ലാ ദിവസവും നമ്മുടെ നാട്ടിൽ അറക്കണുണ്ട്. അതുപോലത്തെ ഒരു അറിവാണ് ബാഹ്യമായ നിലക്ക് ഉലഹ്യത്ത്. പക്ഷേ ഉലഹ്യത്തിൻ്റെ പിന്നിൽ ത്യാഗത്തിൻ്റെ ഉജ്ജ്വലമായ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ പിന്നെ അത് സാധാരണ ഒരു അറിവല്ല, അത് ഭയങ്കര ഒരു സംഗതിയാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക് പറഞ്ഞു. ഒരു അറിവിന് വേണ്ടത് എന്താണ്? ഒന്ന് ഉരുവിനെ വേണം, ഒന്ന് അറിവുകാരനെ വേണം, ഒന്ന് ആയുധവും വേണം. അതാണല്ലോ വേണ്ടത്. ഇത് ഇന്നിവിടെ ഈ കോഴിക്കോട്ടങ്ങാടിയിൽ എത്രയോ എണ്ണത്തിന് അർത്ഥത്തിലുണ്ടാവും. അതൊക്കെ തന്നെ വേണ്ടത് തന്നെയാണ്. പക്ഷെ ഈ അറിവ് എന്താണ് ഇത്ര വലിയ മഹത്വം? അതിന് മഹത്വമുണ്ട്. കാരണം എന്താ? ഇതിൻ്റെ പിന്നിൽ ഉജ്ജ്വലമായ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൻ്റെ പിൻബലം കൊണ്ടാണ് ഈ അറിവ് ഉന്നതമായി തീർന്നിട്ടുള്ളത്. ലോകത്ത് എത്ര കുന്നുകളുണ്ട്, അടുത്തടുത്ത് കിടക്കുന്ന കുന്നുകൾ എത്ര ഉണ്ട്. ഒക്കെ അള്ളാന്റെ ഭൂമിയിലുള്ള കുന്നുകളും പർവ്വതങ്ങളും തന്നെയല്ലേ. പക്ഷെ അതിനൊന്നും ഒരു മഹത്വമില്ല. പക്ഷെ ഇന്ന സ്വഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ്, അതിന്റെ അർത്ഥമുണ്ട്. സ്വഫയും മർവയും അള്ളാഹുവിന്റെ അടയാളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? അതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അതിന്റെ പിന്നിൽ ഉജ്ജ്വലമായ ത്യാഗത്തിന്റെ ഒരു കഥയുണ്ട്. ആരുടേതാണ്? മഹദിയായ ഹാജറിൻ്റെതാണ്. ഹാജർ തൻ്റെ കുഞ്ഞിൻ്റെ വെള്ളം കൊണ്ട് ആവശ്യപ്പെട്ട് അന്വേഷിച്ച് ഓടിയതാണ് ആ 2 കുന്നുകൾക്കിടയിൽ 4000 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഹാജർ എന്നാൽ തവക്കുലിന്റെ തനി സ്വരൂപമായിരുന്നു. അള്ളാഹു കൽപ്പിച്ചതെന്തും അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണായിരുന്നു ഹാജർ റളിയല്ലാഹു അൻഹ. ഒരു പാവപ്പെട്ട ഗ്രാമീണ പെൺകുട്ടിയുടെ ഒരു പെണ്ണിൻ്റെ അന്ന് ആ പെണ്ണിന് 20 വയസ്സാണ്. അത്ര വലിയ ഒരു പക്വത മതിയൊന്നും ആയിട്ടില്ല. വയസ്സ് 20. പക്ഷെ ഭയങ്കര തവക്കുലാണ്. ഞങ്ങളെ ഇവിടെ ആക്കിയിട്ട് പോകണമെന്ന് കൽപ്പനയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് ആംഗ്യം കാണിച്ചു. അപ്പോൾ പറഞ്ഞു ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ. അത് തവക്കുലാണ്. അത് ചെയ്ത് ആര്? മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹ. ചിന്തിക്കി. അപ്പോൾ പിന്നെ ആ സഫയും മറുവയും പവിത്രമാണ്. മദീനക്കാർ ഹജ്ജിന് വന്നപ്പോൾ മദീനക്കാർക്ക് ഒരു ചെറിയ അഭിപ്രായക്കേടുണ്ടായിരുന്നു. എന്താ മദീനക്കാരുടെ അഭിപ്രായക്കേട്? മദീനക്കാരിൽ നല്ല ശതമാനം ജൂതന്മാർ മുസ്ലിമായതാണ്. ജൂതന്മാർ ഹാജറിനെ വില വെക്കൂല. കാരണം അവർ സാറയിലേക്ക് ചേർക്കപ്പെട്ടവരാണ്. ചക്കുളത്തിപ്പോര് എന്ന് പറയും.
മനസ്സിലായില്ല. ഒരു ഭർത്താവിന് 2 പെണ്ണുങ്ങളാണ്. അവർ തമ്മിലില്ല, പക്ഷെ പാരമ്പര്യത്തിൽ അങ്ങനെ വന്നു. അവർ തമ്മിലില്ല, ആരുമില്ല. ഹാജറും സാറയും തമ്മിൽ ഒരു വർഷമില്ല. പക്ഷെ ചരിത്രത്തിൽ ഹാജറിന്റെ മക്കളും സാറയുടെ മക്കളും തമ്മിൽ ഒരു അഭിപ്രായക്കേട് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. സാറയുടെ മക്കളാണ് കാരണം, ഹാജറിന്റെ മക്കളല്ല. കാരണം ഹാജറിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ചരിത്രമില്ലല്ലോ, അവരുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ. അവരുടെ കയ്യിൽ 4000 കൊല്ലത്തിന് മുമ്പ് ഒരാൾ വന്നിട്ട് പിന്നെ 2500 കൊല്ലം പ്രതീക്ഷയ്ക്ക് ഒരാളും വന്നിട്ടില്ലല്ലോ. ഒരു നേതാവ് ഉണ്ടാകുമ്പോഴല്ലേ അഭിപ്രായക്കേടുണ്ടാവുള്ളൂ. നേതാവിനല്ലല്ലോ. ആർക്ക്? ഹാജറിന്റെ മക്കൾ. സാറയുടെ മക്കളോ? സാറയുടെ മക്കളിലാണ് 1.25 ലക്ഷം നബിമാർ വന്നത്. 1.25 ലക്ഷം. ലോക ചരിത്രത്തിൽ വന്ന 1.25 ലക്ഷം നബിമാരും സാറയുടെ മക്കളാണ്. 6 നബിമാരല്ലാത്തവൻ 6: ആദം, ശീർ, ഇദ്രീസ്, നൂഹ്, ഹൂദ്, സാലിഹ്. ആദം, ശീർ, ഇദ്രീസ്, നൂഹ്, ഹൂദ്, സാലിഹ് കഴിഞ്ഞ്. ബാക്കി മൊത്തം സാറയുടെ മക്കളാണ്. فبشرناها بإسحاق ومن وراء إسحاق يعقوب. യാക്കൂബ് വന്നാൽ പിന്നെ കർമ്മപഥങ്ങളിൽ അധ്വാനിക്കുന്ന വലിയ ഒരു പറ്റം ജനങ്ങൾ വരും. അതുകൊണ്ടാണ് യാക്കൂബിനെ പറഞ്ഞത്. യാക്കൂബിനെ അവിടെ പറയേണ്ടതില്ല. യാക്കൂബ് സാറയുടെ മോനല്ല, സാറയുടെ പേരമോനാണ്. സാറക്ക് കുട്ടിയുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ യാക്കൂബിനെ പറയുന്നുണ്ട് സയ്യിദ്നാ ജിബ്രീൽ. എന്തുകൊണ്ട്? فبشرناها بإسحاق ومن وراء إسحاق يعقوب. നാം അവൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു, നിങ്ങൾക്ക് ഇസ്ഹാഖ് എന്നൊരു പുത്രൻ ഉണ്ടാവും, അതിന്റെ പിറകെ പിന്നെ യാക്കൂബും ഉണ്ടാകും. യാക്കൂബ് ഉണ്ടായാൽ മതി. യാക്കൂബിന്റെ പേരാണ് ഇസ്രായേൽ. യാക്കൂബിന്റെ പേരാണ് ഇസ്രായേൽ. യാക്കൂബ് ആരാ? യാക്കൂബ് ലോക ചരിത്രത്തിൽ വന്ന 1.25 ലക്ഷം നബിമാരുടെയും ബാപ്പയാണ് യാക്കൂബ്. യാക്കൂബിന്റെ മക്കളാണ് അവർ. അപ്പോൾ അവർ ആരുടെ മക്കളാണ്? സാറയുടെ മക്കളാണ്. ഇവർക്ക് തൗറാത്ത് കിട്ടിയത് ആർക്ക്? സാറയുടെ മക്കൾക്ക് തൗറാത്ത് കിട്ടിയത്. സാറയുടെ മക്കളിലാണ് തൗറാത്ത് വന്നത്. സാറയുടെ മക്കളിലാണ് സബൂർ വന്നത്. സാറയുടെ മക്കളിൽ തന്നെയാണ് ഇഞ്ചീൽ വന്നത്. അപ്പോൾ പിന്നെ അവർ എന്ത് ചെയ്യും? മക്ക ഇബ്രാഹിം നബിക്ക് ശേഷം പ്രധാനമാണ്. ഈ 4000 കൊല്ലത്തിനിടയിൽ വന്നവർക്കെല്ലാം പ്രധാനപ്പെട്ടതാണ് എന്തും മക്കയും. പക്ഷെ മക്കയിലെ 2 കുന്ന് അവർ പരിഗണിക്കൂല. ഏത്? സഫയും മർവയും. കാരണം അതിന്റെ പ്രാധാന്യം. ഹാജർ അതിലെ ഓടി എന്നുള്ളതാണ്. ഹാജറിനോട് അവർക്ക് അത്ര വലിയ താല്പര്യമില്ല. മനസ്സിലാവുന്നുണ്ടാ? അതൊക്കെ ചരിത്രം അങ്ങനെയാണ്. ചരിത്രത്തിനൊക്കെ കാര്യം അങ്ങനെയാണ്. ഒരു സത്യം എന്നറിയണമെങ്കിൽ 1000 കണക്കിന് കൊല്ലം കഴിയും. അതറിയേയില്ല. അങ്ങനെയാണ്. അപ്പൊ അതങ്ങനെ മൂടപ്പെട്ട് കിടക്കും. ഒരുപാട് ആളുകൾ ഹജ്ജിന് വരും, സായി ചെയ്യൂല. കഅബയിൽ ചുറ്റിപ്പോവും, അറഫയെ പോകും, മിനയെ പോകും. എന്ത് ചെയ്യൂല? സായി ചെയ്യൂല. കാരണം അതിനെന്ത് പ്രാധാന്യം എന്നിവർ കണക്കാക്കും. ചിന്തിക്ക്. അതാണ് കാരണം. മാത്രമല്ല സഅയിന്റെ സഫയെയും മർവയെയും മഹത്വപ്പെടുത്തുന്ന ഒരുപാട് വാക്കുകൾ തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും ഉണ്ടായിരുന്നു. അത് ആദ്യകാലം കഴിഞ്ഞപ്പോൾ അവർ മാറ്റിത്തിരുത്തി. അവർ ആദ്യം മാറ്റിത്തിരുത്തിയ വാക്കുകൾ അതാണ്. മനസ്സിലായില്ലേ? പറഞ്ഞു ആദ്യം അവർ മാറ്റിത്തിരുത്തിയത് അതാണ്. തൗറാത്തിൽ നിന്ന് ആദ്യകാലം തന്നെ മാറ്റിത്തിരുത്തിയത് സഫാ മർവയുടെ പ്രാധാന്യം അവർ വെട്ടിത്തിരുത്തി. അങ്ങനെ പ്രാധാന്യമില്ല. ഏത്? തൗറാത്തിൽ നിന്നും സബൂറിൽ നിന്നും ഇഞ്ചീലിൽ നിന്നും ഇസ്മായിൽ ചെയ്ത ത്യാഗം എന്ന നിലയിൽ അവർ അറവിനെ നിലനിർത്തി. ഉളഹിയത്തിന്റെ പ്രാധാന്യം ഈ 3 ജനതയും പറഞ്ഞിരുന്നു. ആരും തൗറാത്തിന്റെയും സബൂറിന്റെയും ഇഞ്ചീലിന്റെയും അനുയായികൾ
ആയിരക്കണക്കായ കൊല്ലം ഉലഹിയത്തിന്റെ പ്രാധാന്യം പറഞ്ഞിരുന്നു. ഉലഹിയത്തിന്റെ പ്രാധാന്യം തൗറാത്തിലുണ്ടായിരുന്നു, സബൂറിലുണ്ടായിരുന്നു, ഇഞ്ചിലുണ്ടായിരുന്നു. അതവർ കാരണം അത് ആരുടെ ത്യാഗാണല്ലോ. ഇബ്രാഹിമിനെ അവർക്ക് അങ്ങനെയില്ല. ഇബ്രാഹിം അവരുടെ വല്ലിപ്പയല്ലേ? ആരുടെ? ഇസ്രായേലികളുടെ. പക്ഷെ ചെറിയൊരു കള്ളത്തരം ചെയ്ത് എന്താ ചരിത്രം അങ്ങനെ തന്നെ അവർ തൗറാത്തിൽ നിലനിർത്തി, സബൂറിലും ഇഞ്ചിയിലും. പക്ഷെ അവര് അറത്ത കുട്ടിയുടെ പേര് മാറ്റിയിട്ട് പുതിയ ആളെ പേരെഴുതി വെച്ചവിടെ. ഇസ്മായിൽ അല്ല ഇസ്ഹാഖാൻ എന്ന് എഴുതി. അറബ് നടന്നത് മക്കയിലല്ല പലസ്തീനിലാണ് എന്ന് എഴുതി. അറബ് നടന്ന പാറപ്പുറം എന്ന് അവർ കണക്കാക്കുന്നത് ഖുബ്ബത്തു സഖ്റായിന്റെ താഴെയുള്ള പാറയാണ്. പലസ്തീനിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു റൗണ്ടുള്ള ഒരു സ്വർണ്ണച്ചിട്ടുള്ള കെട്ടിടത്തിന്റെ താഴെയുള്ള ഒരു പാറയുണ്ട്, അതാണ് ഖുബ്ബത്തു സഖ്റ. മനസ്സിലായില്ല? ബൈത്തുൽ മുഖദ്ദസ് 2 കെട്ടിടമാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് പള്ളി, ഒന്ന് എന്ത് ഖുബ്ബത്തു സഖ്റ. രണ്ടും ഇങ്ങനെ ഫേസ് ടു ഫേസ് ആണ്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ശ്രദ്ധിക്കണേ. അവരവരുടെ അഭിപ്രായപ്രകാരം അറവ് നടന്നിട്ടുള്ളത് മക്കയിലല്ല, അറവ് നടന്നത് പലസ്തീനിലാണ്. അന്ന് ബിർ സബയിൽ പാർക്കുകയായിരുന്നു. മുഖദ്ദസിൽ നിന്ന് 25ഓളം കിലോമീറ്റർ അകലെയാണ് ബിർ സബയിൽ പാർക്കുകയായിരുന്നു ഇബ്രാഹിം ഈ കുടുംബം സാറയുമൊത്ത്. അന്ന് ഇബ്രാഹിമിന് കുഞ്ഞ് ജനിച്ചു. ആര്? ഇസ്ഹാഖ്. അപ്പോഴത്തിന് എത്രയോ കൊല്ലം മുമ്പ് മക്കയിൽ മറ്റൊരെ കൊണ്ടേ ആക്കിയിട്ടുണ്ട്. ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും ഇടയിൽ 13 വയസ്സ് വ്യത്യാസവുമുണ്ട്. അങ്ങനെ ഇസ്ഹാഖ് ജനിച്ച് കാലിട്ടടിക്കുന്ന കുട്ടിയായപ്പോൾ ആക്കാൻ കൊണ്ടുപോയി പേര് തിരുത്തി, വിഷയം തന്നെ പേരെടുത്തിരുത്തി. മനസ്സിലാവണ്ട പറഞ്ഞത്? നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഒരു കൊട്ടക്കാരൻ മാക്കാൻ എന്ന് പറഞ്ഞ ഒരാള്. അയാളെ മകനൊരു സിദ്ദീഖ് എന്നൊരുത്തനുണ്ടായിരുന്നു. അവനൊരു 14 14 പറഞ്ഞാൽ ഒരു റുപ്യക്ക് 16 വേണം. ഇവനൊരു 14 കുണ്ടന്മാരെപ്പോഴും കളിയാക്കും. ഇയാൾക്ക് ആകെ ഒരു മകനേ ഉള്ളൂ, ഈ സിദ്ദീഖ്. അപ്പൊ ഇവനോട് പീടിയെന്ന് ചെക്കന്മാര് പറഞ്ഞ്, എടാ ആകെ പാർക്കണ പോരാ, അതും കൂടി അയാൾ വിറ്റാലോ, നിനക്ക് പിന്നെ ബാപ്പ മരിച്ചാല് എന്താ ഉണ്ടാവുക? അതുകൊണ്ട് ഞങ്ങൾ നല്ലൊരു അടവ് പറഞ്ഞുതരാം. എന്ത്? ഉച്ചക്ക് ബാപ്പ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് കാൽപ്പെട്ടി തുറന്നാണ് എങ്ങനെയെങ്കിലും ആധാരം കൊണ്ടുവരും. ആധാരത്തിൽ ഞങ്ങള് മനസ്സിലായില്ല. കൊട്ടക്കാരൻ മുഹമ്മദ് എന്നുള്ളോർത്ത് കൊട്ടക്കാരൻ മുഹമ്മദ് മകൻ സിദ്ദീഖ് എഴുതി തരാം, പിന്നെ ആക്കി വെക്കാൻ കഴിയില്ല. ഇതൊക്കെ നടന്ന കഥയാ. അപ്പൊ എന്തേ ഇസ്രായേലുകൾ ചെയ്തെന്ന് വെച്ചാൽ കൊട്ടക്കാരൻ നന്നാക്കാന്റെ ആധാരം കുണ്ടന്മാര് തിരുത്തിയ മാതിരിയാ. സംഗതി അങ്ങനെ തന്നെ. ആധാരത്തിന് ഒരു മാറ്റമില്ല. എന്ത് മാറ്റി? കൊട്ടക്കാരൻ മുഹമ്മദ് എന്നുള്ളടത്ത് കൊട്ടക്കാരൻ മുഹമ്മദ് മകൻ സിദ്ദീഖ് എന്നാക്കി. അത്ര തന്നെ. അതന്നെ തിരുത്തിയത്. കൊട്ടക്കാരൻ നന്നാക്കാന്റെ ആധാരം തിരുത്തിയ മാതിരിയാണ് ബനു ഇസ്രായേലുകൾ ചെയ്തത്. ബനു ഇസ്രായേൽ എന്ത് ചെയ്തു? ദബീഹായിട്ട് അവർ അംഗീകരിച്ചു. പക്ഷെ ദബീഹായി കണക്കാക്കിയത് പിന്നെ അവരെന്ത് ചെയ്തു? അത് അനുകരണീയമായ കാര്യമല്ല, ത്യാഗമായി ഓർക്കേണ്ടതേ ഉള്ളൂ എന്നും പറഞ്ഞു. കാരണം പശുവിനെ അറക്കുന്നതിനോട് പൊതുവെ അവർ തൽപരരല്ല. ഇന്നൽ ബഖറ തശാബഹ അലൈനാ, പശു അറക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പശുവിന്റെ കോലം ചോദിച്ചവർ മാസങ്ങളോട് നടന്നതാ. എന്ന് മുമ്പ് ഇസ്രായേലി കാലഘട്ടത്തിൽ ഒരു കൊലപാതകം നടന്നതിന്റെ പേരിൽ പശുവിനെ അറക്കാൻ മൂസാ നബി പറഞ്ഞു. പിന്നെ അവർ പശുവിന്റെ സിഫത്തും ചോദിച്ചു വന്നു. ഓരോ ദിവസവും ഓരോ സിഫത്ത് പറഞ്ഞു കൊടുക്കും സയ്യിദ്നാ മൂസ. സിഫത്ത് അങ്ങോട്ട് നോക്കുമ്പോൾ സിഫത്ത് അങ്ങോട്ട് കൂടിയപ്പോൾ അങ്ങനത്തെ ഒരു പശുവിനെ കിട്ടാതെ. പിന്നെ അറത്തിട്ട പശുവിന്റെ തോല് നിറച്ച് സ്വർണം കൊടുക്കേണ്ടി വന്ന ഒരു പശുവിനെ കിട്ടാൻ. അറത്തിട്ട പശുവിന്റെ തോല് നിറച്ച് സ്വർണം കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. അങ്ങനെയാണ്
പശുക്കുട്ടിനെ കൊണ്ടുവന്നത്. അതാണ് അൽ ബഖറ, അതാണ് ഖുർആനിലെ 2ാമത്തെ സൂറത്ത്. മനസ്സിലായില്ല? ഓരോ ദിവസം ചോദിക്കും എങ്ങനെയാണ്, അങ്ങോട്ട് പറഞ്ഞു. അതാണ് ചോദ്യം അധികരിക്കരുത്. ചോദ്യം അധികരിച്ചാൽ ആപത്ത് വരും. പറഞ്ഞത് പടി ചെയ്യാനല്ലാതെ അധികമായി ചോദിച്ചാൽ നിങ്ങൾ ഇന്നോട് കൂടുതൽ ചോദിക്കുന്നതനുസരിച്ച് കൂടുതൽ വ്യാഖ്യാനം ചെയ്യേണ്ടി വരും. കൂടുതൽ വ്യാഖ്യാനം ചെയ്യാൻ പിന്നെ ഞങ്ങൾ കുടുങ്ങും. ആര് പറഞ്ഞിട്ടുണ്ട്? പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ ഇതാണ് അവരെ വിഷയം. അപ്പൊ അവരെന്ത് ചെയ്തു? അവർ 2000 ചില്ലാനും കൊല്ലങ്ങൾക്കുള്ളിൽ ഇസ്രായേലി ജനത എന്ത് ചെയ്തു? അവർ എല്ലാം ഈ ഹാജറുമായി ബന്ധപ്പെട്ടതെല്ലാം അവർ മാറ്റിമറിച്ചിരുന്നു. അതുകൊണ്ട് മക്കയിൽ വന്ന മുസ്ലിമായിട്ട് തന്നെ മക്കയിൽ വന്നവർക്ക് ഒരു മടി മദീനയിൽ നിന്ന് മക്കയിൽ വന്നവർക്ക് ഒരു മടി. അവർ നല്ല ശതമാനം ജൂതന്മാരാണ്. അവർക്കൊരു മടി. നേരത്തെ ജൂതന്മാരാണ്, ഇപ്പോൾ ആരാണ്? എന്നാലൊരു മടി. കാരണം എന്ത് മടി? ചരിത്രപരമായി ഒരു വിരോധം നിലനിൽക്കുന്നുണ്ട്. ആരോട്? ഹാജറിനോട്. അപ്പോൾ ഇറങ്ങിയ ആയത്താണ് ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയും മർവയും അല്ലാഹുവിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അതിനെ ബഹുമാനിച്ചാൽ അവൻ അല്ലാഹുവിന്റെ ദീനിനെ ബഹുമാനിച്ചതുപോലെയാണ്. മനസ്സിലായില്ലേ? അത് പറയേണ്ടി വന്നത് മുസ്ലിമീങ്ങളോട് പറഞ്ഞതാണ്. കാരണം ജൂത ക്രിസ്ത്യാനികളായ ആളുകൾ മുസ്ലിമായപ്പോൾ അവർക്ക് സഫയോടും മർവയോടും ഒരു വിലല്ലായ്മ. അത് വില വെക്കണം. മിന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. അത് അല്ലാഹുവിന്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ, ബഹുമാനിക്കപ്പെടേണ്ട അടയാളങ്ങളിൽപ്പെട്ടതാണ് എന്ന ആയത്തിറങ്ങി. ഈ ആയത്തിറങ്ങാനുള്ള അടിസ്ഥാന കാരണം അതാണ്. മനസ്സിലാവണില്ല കുട്ടികളെ? മനസ്സിലായില്ലേ പറഞ്ഞത്? ചിന്തിക്കണം. അപ്പൊ എന്താ അങ്ങനെ ഞാൻ ഇവിടെ പറയാൻ കാരണം, ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഉജ്ജ്വലമായ ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തെ അവലംബിക്കുമ്പോഴാണ് മഹത്വം ഉണ്ടാവുക. ലൈലത്തുൽ ഖദ്ർ പവിത്രാണ്. എന്തുകൊണ്ട്? അതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. എന്താ ചരിത്രം? ഭൂമിക്ക് മുകളിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നുസൂലുൽ ഖുർആൻ. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഒരു സമയത്തിന് പ്രാധാന്യം ഉണ്ടാവുമ്പോൾ അതിന്റെ പിന്നിൽ ചരിത്രം ഉണ്ടാവും. ചരിത്രത്തെ മാറ്റിച്ചാൽ പിന്നെ ഒന്നുമില്ല. വെള്ളിയാഴ്ച പവിത്രമാണ് എന്ന് പുണ്യ റസൂൽ പറഞ്ഞു. എന്തുകൊണ്ട്? എന്റെ പിന്നിൽ ചരിത്രം. എന്താ ചരിത്രം? ഫീഹി ഖുലിഖ ആദം. അന്നാണ് ആദമിനെ പടച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച പവിത്രമാണ്. ഫീഹി ഖുലിഖ ആദം വഫീഹി ഉദ്ഖിലൽ ജന്ന വഫീഹി ഉഖ്രിജ മിൻഹാ. അന്നാണ് ആദമിനെ പടച്ചത്. അന്നാണ് ആദമിനെ സ്വർഗത്തിലാക്കിയത്. അന്നാണ് ആദമിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലാക്കിയത്. അന്നാണ് അന്ത്യനാൾ സംഭവിക്കുന്നത്. എല്ലാം അന്നു തന്നെയാണ്. അപ്പോൾ ഒരു ചരിത്രമുണ്ട് അതിന്റെ പിന്നിൽ. അതുകൊണ്ട് ആണ് എന്തിന്റെ പ്രാധാന്യം? പ്രാധാന്യം. സംഭവത്തിനോ ഒരു കാര്യത്തിനോ ഒരു ചരിത്രം ഉണ്ടാവും. ചിന്തിക്ക്. നല്ലതാണെങ്കിൽ നല്ലത്, മോശപ്പെട്ടതാണെങ്കിൽ മോശപ്പെട്ടു. ആദ്യം മുഹസ്സറിലെത്തിയപ്പോൾ ഓടി വരിയെന്ന് പുണ്യ റസൂൽ പറഞ്ഞു. ഹജ്ജിന്റെ സന്ദർഭമായിരുന്നു. വാദി മുഹസ്സറിലെത്തിയപ്പോൾ മെല്ലെ നടക്കല്ല, ഓടി വരുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞു. മുസ്ദലിഫേന് മിനയിലേക്ക് വരുമ്പോൾ ഇടയിലുള്ള പ്രദേശമാണ് വാദി മുഹസ്സർ. അവിടെ എത്തിയപ്പോൾ പുണ്യ നബി പറഞ്ഞു, ഇസ്രാ ഓടി വരുവീൻ. അള്ളാന്റെ ബല ഇറങ്ങിയ സ്ഥലമാണ്. ചരിത്രം അവിടെ ഏതാ ബല? അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. ചരിത്രം അവിടെ. അപ്പൊ ഒരു പ്രാധാന്യത്തിന്റെ പിന്നിലോ ഒരു നിന്യതയുടെ പിന്നിലോ എന്തുണ്ടായിരിക്കും? ചരിത്രമുണ്ടായിരിക്കും. ആ സ്ഥലത്ത് ഒരാൾ നോക്കി നിൽക്കാൻ പാടില്ല, ഓടിപ്പോരണം. അവിടെയാണ് അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയത്. അദാബ് ഇറങ്ങിയത് 1400 കൊല്ലം മുമ്പാണ്. അപ്പൊ അവിടെ ചരിത്രമുണ്ട്, നിന്യതയുടെ ചരിത്രം. മനസ്സിലായില്ലേ പറഞ്ഞത്? അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ. അപ്പൊ എന്തും ഒരു സമയമാണെങ്കിലും ഒരു സ്ഥലമാണെങ്കിലും അത് മഹത്വപ്പെടാനോ നിന്ദിക്കപ്പെടാനോ കാരണം
ലോകത്തെ ഏറ്റവും മോശപ്പെട്ട നാട് അന്താക്കിയാണ്. യഖ്റുജു മിൻഹ ദജ്ജാൽ, ആ നാട്ടിൽ നിന്നാണ് ദജ്ജാൽ. അതിന് കാരണമുണ്ട്. എന്ത്? ഹത്താ ഇദാ അതയാ അഹ്ല ഖറിയത്തിൻ ഇസ്തത്അമാ അഹ്ലഹാ ഫഅബൗ അൻ യുളൈഫുഹുമാ. ആ ഗ്രാമവാസികൾ എന്ത് ചെയ്തു? ആ ഗ്രാമവാസികൾ പരിശുദ്ധ മഹാന്മാരായ സയ്യിദ്നാ മൂസ, സയ്യിദ്നാ ഖദർ എന്ന രണ്ട് മഹാന്മാർ ആ ഗ്രാമത്തിലൂടെ വന്നപ്പോൾ അവർ എന്ത് ചെയ്തു? ആ ഗ്രാമവാസികൾ അവര് ഭക്ഷണം ആവശ്യപ്പെട്ടിട്ടും ഭക്ഷണം കൊടുത്തില്ല. ഭക്ഷണം ആവശ്യപ്പെട്ടു, എന്നിട്ട് ഭക്ഷണം കൊടുത്തില്ല. ഒന്നും കൊടുത്തില്ല. ചിന്തിക്ക്. മദീനയുടെ ഈത്തപ്പനയിൽ ഒരു ചരിത്രമുണ്ട്. ദിവസങ്ങളോളം പുണ്യ റസൂലുള്ളാഹിനെ കാത്ത് ഈത്തപ്പനയുടെ മുകളിൽ മുണ്ട് കെട്ടിയിരുന്നവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ലമ്മ ഹാജറ ഇലൻ നബി ഹാജറ ഇലൈഹിമുൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രമുണ്ട്. മനസ്സിലാവില്ലേ? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആ വിഷയം മനസ്സിലായില്ലേ? അപ്പൊ ഏതൊരു കാര്യത്തിന്റെ പിന്നിലും ഒരു ചരിത്രം ഉണ്ടാകുമ്പോഴാണ് ആ ചരിത്രം മഹത്വത്തിന്റെയും നിന്യതയുടെയും മാനദണ്ഡമായി തീരുക. അതെവിടെയും പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. ചിന്തിക്ക്. ഇതൊന്ന് 10 രാത്രികൾ തന്നെയാണ് സത്യം. ഇതെന്താ? ലോകത്തെ അമ്പ്യാക്കൾ ഒന്നടങ്കം മക്കയിലേക്ക് ശ്രദ്ധിച്ച സമയമാണിത്. സയ്യിദുനാ ആദം, എല്ലാ നല്ല മനുഷ്യന്മാരും ഈ മനസ്സ് എവിടെ ഇരിക്കും? ഈ സമയത്ത് ശരീരം അവിടെ ഇരിക്കും, ചിലപ്പോൾ മനസ്സ് അവിടെ ഇരിക്കും. ഏത് കാലം മുതൽ? ആദനബിയുടെ കാലം മുതൽ ഈ 10 ദിവസവും അള്ളാഹ്ന്നല്ലാത്തൊരു ചിന്ത അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അഫ്ളലു അയ്യാമി ദുനിയ അൽ അശ്റു ദുൽഹിജ്ജ, ദുനിയാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രികൾ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസമാണ്. കാരണം എന്താ? ലോകത്തെ മഹാന്മാർ മുഴുവനും അതിലേക്ക് ശ്രദ്ധിച്ചതാണ്. ചിന്തിക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എങ്ങനെയാണ്? അപ്പൊ എവിടെയും ഒരു ചരിത്രം ഉണ്ടാവും. ഉലഹിയത്തിന്റെ കാര്യം അങ്ങനെ. ഉലഹിയത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു കശാപ്പാണത്. പിന്നെന്താ മഹത്വം? അതിലെന്താ മഹത്വം? അതിന്റെ പിന്നിൽ ഉജ്ജ്വലമായ ഒരു ചരിത്രമുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിന്നെ അതിന്റെ ത്യാഗത്തിനനുസരിച്ച് അതിൽ പ്രാധാന്യം കൂടും. അത് ഞങ്ങൾ ചെയ്യാം നബിയെ, പക്ഷെ ഞങ്ങൾക്ക് എന്തു കിട്ടുമെന്ന് പുണ്യനബിയോട് ചോദിക്കവേ പുണ്യനബി പറഞ്ഞത് നിങ്ങൾ കേൾക്കണം. ആ പറഞ്ഞ വാക്ക് കേൾക്കണം. റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, അറക്കാം നബിയെ, ഞങ്ങൾക്ക് എന്താ കിട്ടുവാൻ? ഞങ്ങൾക്ക് എന്ത് കിട്ടും? അർത്ഥോളാം, എന്ത് കിട്ടും? അപ്പോൾ പറഞ്ഞു, ഓരോ മുടിക്കും കൂലി കിട്ടും. അറക്കുന്ന മൃഗത്തിന്റെ ഒരു മുടിക്ക് നിങ്ങൾക്ക് കൂലി കിട്ടും. അപ്പോൾ അവർ പറഞ്ഞു, നാം യാ റസൂലല്ലാഹ്, ഒരു മുടിക്ക് കൂലിയിട്ടാണെങ്കിൽ വലിയ കാര്യമാണല്ലോ നബിയെ. പക്ഷേ യാ റസൂലല്ലാഹ്, അറക്കുന്ന മൃഗത്തിന് ഓരോ മുടിയല്ലല്ലോ, രോമമല്ലേ കൂടുതൽ. രോമത്തിന്റെ കാര്യോ മനസ്സിലായില്ല. ഹബീബാ റസൂലുള്ളാഹി എത്തർക്കാൻ പറഞ്ഞു. ലോക ചരിത്രത്തിലെ ഉജ്ജ്വലമായ ചരിത്രം അന്തർലീനമായി കിടക്കുന്ന കർമ്മമാണ് ഉളഹിയത്ത്. എല്ലാവരും ഉളഹിയത്ത് അറക്കണേന്ന് പുണ്യ റസൂൽ പറഞ്ഞു. അതെന്താ നബി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സുന്നത്തു അബീകും ഇബ്രാഹിം, അതങ്ങളുടെ ബാപ്പാടെ ചര്യയാണ് എന്ന് പറഞ്ഞു സയ്യിദ്നാ ഇബ്രാഹിം. അപ്പോൾ ചോദിച്ചു, ഫബാലനാ ബിഹാ, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടും നബിയെ? അറക്കാം, എന്ത് കിട്ടും? അപ്പോൾ പുണ്യ റസൂൽ പറഞ്ഞു, ബികുല്ലി ശഅറത്തിൻ ഹസന, ഒരു മുടിക്ക് പുണ്യം കിട്ടും. ഓരോ മുടിക്ക് പുണ്യം കിട്ടും. അപ്പോൾ സഹാബികൾ ചോദിച്ചു, നഅം നഅം, അതെ അതെ, ഒരു മുടിക്ക് പുണ്യം കിട്ടിയ വലിയ കാര്യല്ലേ. പക്ഷേ ഫമസൂഫു യാ റസൂലല്ലാഹ്, മുടിയല്ലല്ലോ ഒരുവിനുള്ളത്, രോമമല്ലേ നബിയെ? രോമത്തിന്റെ കാര്യം പറയും. അപ്പോൾ പറഞ്ഞു, ബികുല്ലി ശഅറത്തിൻ മിനസൂഫി ഹസന, എന്നാ പിടിച്ചോ, ഓരോ രോമത്തിനും പുണ്യം കിട്ടും. ഓരോ രോമത്തിനും പുണ്യം കിട്ടും. യാ അല്ലാഹ്, യാ അല്ലാഹ്, ഒരു രോമത്തിന് പുണ്യാണ്. ഒരു മൃഗത്തിന് എത്ര രോമം ഉണ്ടാവും? എത്ര കോടി രോമം. അതിൻ്റെ ഓരോ രോമത്തിനും പുണ്യുണ്ട്. കാരണം അതൊരു ചരിത്രത്തെ ആവർത്തിക്കാണ്. അതിൽ ത്യാഗമുണ്ട്, അതിൽ സമർപ്പണമുണ്ട്, അതിൽ തഖ്വയുണ്ട്, അതിൽ തവക്കുലുണ്ട്, അതിൽ എല്ലാം സമരമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഏതു വാക്കുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്
ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ മൃഗത്തെ അറുക്കുമ്പോൾ തക്ബീറാണ് ചൊല്ലേണ്ടത്. വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വബശ്ശിരിൽ മുഹ്സിനീൻ. തക്ബീർ ചൊല്ലി അറക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് തക്ബീർ അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇന്നെന്തായിട്ട് അതിൽ സമരമുണ്ട്. സമരത്തിന്റെ വാക്കാണ് എന്ത്? തക്ബീർ. യോദ്ധാവാണ് ഇബ്രാഹിം. ഒന്നിനോട് ഇബ്രാഹിം ഒത്തിരാച്ചിയാവൂല. ഇബ്രാഹിം തെറ്റിനോട് യോജിക്കുന്ന പ്രശ്നമില്ല. ഇബ്രാഹിം കൊണ്ടുവന്ന വാക്കാണ് എന്ത്? ഇബ്രാഹിം. ലോകത്താദ്യമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ആൾ ഇബ്രാഹിമാണ്. ഇബ്രാഹിമിന്റെ ഓർമ്മ അത് സമരാണ്, അത് സമരാണ്. യോജിക്കൂല. തെറ്റാന്ന് പറയും. ഒരു യോദ്ധാവിന്റെ, ഒരു സമരനായകന്റെ ചരിത്രമുണ്ട് ഉലഹിയത്തിൽ. അതുകൊണ്ട് വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. തക്ബീർ ചൊല്ലി ഇറക്കണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തക്ബീർ ചൊല്ലി ഇറക്കണം. തക്ബീർ സമരത്തിന്റെ അടയാളാണ്. തക്ബീറിൽ സമരം തന്നെയാണ്. അതുകൊണ്ടാണ് നിസ്കരിക്കാത്തവരും എന്ത് ചെയ്യും? സമരമില്ലാത്ത ആളുണ്ടോ? ഞാൻ ആസാമിൽ ഞങ്ങൾ പോയപ്പോൾ പിന്നെ ഓരോ ക്യാമ്പിൽ ചെല്ലുമ്പോഴും എന്ത് ചെയ്യും? മോലോ തക്ബീർ നന്ന് സ്വീകരിക്കും. ഞാൻ സ്ഥലത്തെത്തിയപ്പോൾ അവരോട് ഞാനിങ്ങനെ ചോദിച്ച് कोई आदमी आज रात नमाज पढ़ाന്ന് വെച്ച് 1500 ആളുണ്ട്. 1500 ആളിലേറുള്ള അഭ്യർത്ഥി ക്യാമ്പാ. कोई आदमी आज रात മഗ്രിബ് നമാസ് പढ़ാന്ന് വെച്ചു. ഇശാന്റെ സമയം ആയിട്ടുണ്ട്. ഇന്ന് രാത്രി ആരെങ്കിലും മഗ്രിബ് നിസ്കരിച്ചോന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ കൈയൊക്കി. പക്ഷെ എല്ലാരും ഞങ്ങളെ പമ്പൻ തക്ബീറും കൊണ്ടുപോകണ്ടെന്നതാ. നിസ്കരിച്ചിട്ടില്ല. പക്ഷെ എന്തുണ്ട്? അല്ല, നിസ്കാര വിഭാഗത്താണ്, തക്ബീർ സമരാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ പ്രധാനമായി അധികരിച്ച തക്ബീർ. നിസ്കാര ഇബാദത്തുമാണ്, സമരമാണ്. ഞങ്ങൾ തെറ്റിനോട് യോജിക്കൂല എന്ന പ്രഖ്യാപനം എന്തിൽ തന്നെ ഉണ്ട്? നിസ്കാരത്തിനുണ്ട്. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ തക്ബീർ അധികരിക്കാൻ കാരണം. നിസ്കാരം ഊർജമാണ്, നിസ്കാരം സമരമാണ്. അങ്ങനെയാണ് നിസ്കാരം സമരാണ്. ഒരു കുട്ടിയെ ആദ്യം കേൾപ്പിക്കുന്നത് സമരാണ്. അല്ലാഹു അക്ബർ. ഒരാൾ മരിക്കുമ്പോൾ അവസാനം സമർപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ജീവിതം സമരാണ്. നിങ്ങളിവിടെ അല്ല, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമല്ല. ആണുങ്ങൾ എന്നാൽ സമരമാണോ? ആണുങ്ങളെ ജീവിതം സമരാണ്. അതിൽ പ്രശ്നമില്ല. ആണുങ്ങൾ എപ്പോഴും സമരാണ്, സമരത്തിലായിരിക്കും. മുജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദി. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യണം. ആണുങ്ങളായി സമരം ചെയ്യണം. സമരം എന്ന് പറഞ്ഞാൽ പല ജാതിയാണ്. ചിലപ്പോൾ നമ്മൾ വാളുകൊണ്ട് അങ്ങോട്ട് വെട്ടും, ചിലപ്പോൾ നമ്മൾ പരിചയം കൊണ്ട് തടുക്കും, ചിലപ്പോൾ നമ്മൾ ബാക്കിലേക്ക് നിൽക്കും, ചിലപ്പോൾ നമ്മൾ മുന്നിലേക്ക് കയറും. അത് സമരം എന്ന് അടിച്ചത് കയറുക എന്നുള്ളതല്ല, നോട്ടത്തിന് വെട്ടുക എന്നുള്ളതാണ്. ചിലപ്പോൾ വെട്ടി കൊണ്ട് പോകുമ്പോൾ തന്നെ ബാക്കിലേക്ക് വരേണ്ടി വരും. അങ്ങനെയൊക്കെ വേണ്ടി വരും. നിങ്ങളൊന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. എന്നാലും നിങ്ങളൊക്കെ ഇങ്ങനെ മേപ്പെട്ടു കണ്ടപ്പോൾ എന്താ ഇയാൾ പറയുന്നത്? എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ച് വന്നവരുണ്ടാവും. അങ്ങനത്തെ കുറെ ആളുകൾ ഇന്നത്തെ ക്ലാസ്സിലുണ്ടാവും. എനിക്ക് തോന്നുന്ന ഞാൻ വരുമ്പോഴത്തിന് ഇത്രയേറെ ആളുകൾ അധികരിച്ച ഒരു ക്ലാസ് ഈ ഒരു കൊല്ലത്തിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. ഈ ക്ലാസ് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് വന്നവരാണ്. നല്ല ശതമാനം. ആയിക്കോട്ടെ, വാർത്തയിലെ വ്യക്തിയെ കാണണമെങ്കിൽ നോക്കോളൂ. അതെ പറയുന്നതാണ്. അതായിക്കോട്ടെ, ആയിക്കോട്ടെ. ഉദയത്തർക്കുള്ള പൂതിയായിരിക്കും. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ എന്തിനാ പറഞ്ഞതെന്നറിയാ? ചിന്തിക്ക്. ഞാൻ കുട്ടികളെ പറഞ്ഞതൊക്കെ കാര്യം തന്നെയാണ്. ഞങ്ങളോട് പറഞ്ഞതെല്ലാം കാര്യമാണ്. കാര്യമല്ലാത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കുറച്ച് ചിലതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, ചില നേരം ഈ പറഞ്ഞിട്ടുണ്ടാവും. ഒന്നേ ഉള്ളൂ, സംഗതി കാര്യമാണ്. ഒരു ചെവിട്ടിൽ ആദ്യം കേൾപ്പിക്കുന്നത് സമരാണ്. എന്ത്? അവസാനം സമർപ്പിക്കപ്പെടുന്നതും സമരമാണ്. 4 തക്ബീറാണ്. അല്ലാഹു തക്ബീർ സമരാണ്. 5 തക്ബീർ. അല്ലാഹു അക്ബർ. 1 അല്ലാഹു അക്ബർ ഫാത്തിഹക്ക്.
അതെ 4 തക്ബീർ. ഒന്ന് അല്ലാഹു അക്ബർ, 4 തക്ബീർ. ഒന്ന് ഫാത്തിഹയ്ക്ക്, പിന്നെ സ്വലാത്തിന്, പിന്നെ ദുആഇന്, പിന്നെ അവസാനത്തെ ദുആഇന്, പിന്നെ സലാം. അപ്പൊ 4 തക്ബീറാണ്. 4 റക്അത്താണല്ലോ അധികമായുള്ളത് എന്നതുപോലെ 4 തക്ബീർ. സമരാണത്. തക്ബീർ എന്നാൽ സമരാണ്. ഞങ്ങൾ യോദ്ധാക്കളാണ് എന്നതിന്റെ പ്രഖ്യാപനാണത്. അങ്ങനെയാണ്. അതുകൊണ്ടല്ലോ പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകണം. എത്ര ആള് തക്ബീർ ചൊല്ലിയോ അത്രയും നല്ലതാണ്. ഉറക്കെ തക്ബീർ ചൊല്ലണം. ഇമാമ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു തീരുമ്പോൾ മൗമുമിങ്ങൾ ഒന്നിച്ചും ഉച്ചത്തിലും അല്ലാഹു അക്ബർ ചൊല്ലണം. മനസ്സിലായില്ല? ഇമാമ് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ പെരുന്നാൾ നിസ്കാരത്തിലെ ഉടനെ മൗമുമിങ്ങൾ ഒന്നിച്ച് അല്ലാഹു അക്ബർ ഉറക്കെ. സമരാണ്. ചിന്തിക്ക്. കൂടല്ല ഒന്നിച്ച് ഇമാമ് സുന്നത്ത് ഇമാമ് അല്ലാഹു അക്ബർ എന്ന റാ മൊഴിഞ്ഞതിനു ശേഷമാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഉടനെ ഇമാമ് എന്തും കൂടി മൊഴിക്കണം? റാവും കൂടി മൊഴിഞ്ഞു തീരണം. ഇമാമ് അള്ളാഹ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അള്ളാഹ് എന്ന് പറയല്ല. ഇമാമ് അല്ലാഹു അക്ബർ എന്ന റാ മൊഴിഞ്ഞു തീർന്നതിന് ശേഷം മൗമുമിങ്ങൾ ഒന്നിച്ച് അല്ലാഹു അക്ബർ. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ തന്നെ ഇതിനപ്പം എന്താന്നുള്ളത് ഒരു സമരമുണ്ട്. അപ്പൊ ഈ ഉളഹിയത്ത് എന്ന് പറഞ്ഞ കാര്യത്തിൽ സമരമുണ്ട്. അതെന്താന്ന് ചോദിച്ചു. അത് സുന്നത്ത് അബീക്ക് ഇബ്രാഹിം ബാപ്പാടെ ചര്യാന്ന് പുണ്യ റസൂൽ പറഞ്ഞു. അപ്പോൾ എന്തുണ്ടാവും? അതിന്റെ പിന്നിൽ ഉജ്ജ്വലമായ ഒരു സമർപ്പണമുണ്ട്, ത്യാഗമുണ്ട്, സ്മരണയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ചോദിച്ചു അത് ഞങ്ങൾ ചെയ്താ എന്ത് കിട്ടും നബിയൻ? അപ്പോൾ പറഞ്ഞു ഷഹറത്തിന് ഹസന, ഓരോ മുടിക്കും കൂലിയിട്ടു. അപ്പോൾ യാ റസൂലല്ലാഹ്, രോമമോ? അപ്പോൾ പറഞ്ഞു ബികുല്ലി ഷഹറത്തിൻ മിന സൂഫി ഹസന, ഓരോ രോമത്തിന് കൂലിയാണ് എന്റെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എത്ര ഉണ്ടാവും ഇപ്പൊ അതിന്റെ ഒരു കൂലി? എത്ര ഉണ്ടാവും? 100 ഒക്കെ ഉളഹിയത്തറുത്ത കൊല്ലം പുണ്യ റസൂലിനുണ്ട്. ഏറ്റവും ഇഷ്ടം റസൂലുള്ളാഹിക്ക് ആടാണ്. കാരണം ആടിന് 2 ഗുണമുണ്ട്. ഒന്ന് രോമം കൂടുതലാണ്, 2 രോമം നീണ്ടതാണ്. നീണ്ട രോമം മനസ്സിലായില്ല? ആണ് ആർക്കുണ്ടാവുക? ആടിന് നീണ്ടതാണ്, നിബിഡമാണ്. ആടിന് റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടം ആടാണ്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉളഹിയത്ത് 1 കൊല്ലം റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടേ ഇല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ 1 കൂടുതലാണ്. 100 അർത്ഥ കൊല്ലം ഉണ്ടായിട്ടുണ്ട്. 100 അർത്ഥ കൊല്ലം ഉണ്ടായിട്ടുണ്ട്. 1 മാത്രം അർത്ഥ കൊല്ലം റസൂലുള്ളാഹിക്ക് ഇല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്. സയ്യിദ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉളഹിയത്ത് 5000 കാളയും 5000 ഒട്ടകവും 20000 ആടുകളുമാണ്. ഒരു കൊല്ലത്തെ ഉളഹിയത്ത് 5000 ഒട്ടകം, 5000 കാള, 20000 ആട്. ഒരു കൊല്ലത്തെ ഉളഹിയത്ത് ആരുടെ? സുലൈമാൻ. പൈസക്കാരനാണ്, മൊലാളിയാണ്. അപ്പൊ ഒന്നുമേൽ നിൽക്കണ്ടെന്ന് മനസ്സിലായി. റസൂലുള്ളാഹിയുടെ കൊണ്ട് മനസ്സിലായി. ഒന്നുമേൽ നിൽക്കാന്നല്ല, എത്രയും ചെയ്യാം. 5000 ഒട്ടകം, 5000 കാള, 20000 ആട്. ഒരു കൊല്ലത്തെ ഉളഹിയത്ത് ആരുടെ? സയ്യിദ് സുലൈമാൻ. പൈസക്കാരനാണ്, ഉറുപ്പ്യക്കാരനാണ്. പൈസ ഉണ്ട്, അതിനനുസരിച്ച് ചെയ്യാം. പൈസ ഉണ്ടതിനനുസരിച്ച് ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആമീൻ എന്ന് പറഞ്ഞാൽ പോരാ, അതിന് ഇനിയിപ്പോ ചെലവാക്കണം. ആമീൻ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് സുഖം. ഇതുവരെ ഉള്ളതിന് ആമീൻ പറഞ്ഞാൽ മതി. ഇതിന് ആമീനും വേണം, പൈസയും വേണം. പൈസ ചെലവാക്കണം, പൈസ ചെലവാക്കണം. മുതലാളിമാർ അതിന്റെ കൂലിക്ക് വേണ്ടി മാത്രം വരണ്ട. മുതലാളിമാർ കാര്യം മനസ്സിലാക്കിക്കോളി, ഭയങ്കര കൂലി കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഭയങ്കര പ്രതിഫലമാണ്, ഭയങ്കര പ്രതിഫലം കിട്ടും. ഓരോരോ മൻ ലഹ ത്വയ്യിബതൻ നഫ്സഹു, ഒരാൾ മനസംതൃപ്തിയോടെ ഉളഹിയത്തറുത്തു. മുഹ്തസിബൻ ബി ഉളഹിയത്തി, ഉളഹിയത്ത് കൊണ്ട് കൂലിയെ പ്രതീക്ഷിച്ചിട്ട് ഒരാൾ മനസംതൃപ്തിയോടെ ഉളഹിയത്തറുത്താൽ കാനത് ലഹു ഹിജാബൻ മിനന്നാർ, ആ മൃഗം അന്ത്യനാളിൽ നരകത്തിൽ നിന്ന് അവന്റെ തടസ്സമായി നിൽക്കുമെന്ന് പുണ്യ റസൂൽ. ഒരാള് ഉളഹിയത്തറുത്തു,
എന്തോ കാരണത്താൽ ഇവന് നരകം വിധിക്കപ്പെട്ടാൽ പോലും നരകത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കും. ആര്? നിന്റെ മാർഗത്തിൽ എന്നെ ഉളഹിയത്തറുത്ത മനുഷ്യനെ ഒരു തീരുമാനം ഉണ്ടാക്കാതെ അങ്ങനെയാണ് നരകത്തിൽ കടത്താൻ ഞാൻ സമ്മതിക്കൂല. ആര് പറയും? ഈ മൃഗം പറയുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഉളഹിയത്തറുത്ത് ത്വയ്യിബത്തൻ ബിഹാ നഫ്സഹു, മനസംതൃപ്തിയോടുകൂടെ, അതായത് ആർക്കെങ്കിലും വഴിപ്പെട്ടിട്ട് അല്ല, അപ്പുറത്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ മോശമല്ല, അങ്ങനെയല്ല, മനസ്സിലായ? അങ്ങനെയൊന്നും അല്ല. മുഹ്തസിബൻ ബി ഉളഹിയത്തി, ആ ഉളഹിയത്ത് കൊണ്ട് അവൻ കൂലിയെ ഉറപ്പിക്കുന്നവനായ നിലയിൽ അവനക്ക് എന്തുണ്ട് പറ? കൂലിയെ പ്രതീക്ഷിക്കാരൻ അവൻ എന്ത് ബോധമുണ്ട്? ഈ ഉളഹിയത്തിന് ആർക്കെങ്കിലും വേണ്ടി ചെയ്താൽ അള്ളാഹ് വേണ്ടി കൂലി കിട്ടണം എന്ന് ചെയ്താൽ കാനത് ലഹു ഹിജാബം മിനന്നാർ, ആ ഉളഹിയത്തിന്റെ മൃഗം അവന് അന്ത്യനാളിൽ നരകത്തിന്റെ മറയായി നിൽക്കുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഭയങ്കരാണ് എന്നാ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കരാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. 2 ഹദീസ് പറഞ്ഞില്ലേ, ഇനിയൊരു ഹദീസ് പറയാം. 2 ഹദീസ്, ഇനിയൊരു ഹദീസും കൂടെ പറയാ, കേട്ടോളൂ. അപ്പോൾ നോക്കൂ, നിങ്ങൾ 2 മനസ്സിലാക്കിയില്ല. ഒന്നെന്റെ പറഞ്ഞത് ഓരോ രോമത്തിനും. അപ്പൊ എത്ര ഉണ്ടാവും? 2 അത് നിങ്ങൾക്ക് നരകത്തിൽ നിന്നുള്ള ഹിജാബാണ്, തടസ്സവും മറയുമാണ്. 3ാമത്തെ ഹദീസ് കേട്ടോളൂ. ഒരു നാണയവും ചെലവഴിക്കപ്പെട്ടിട്ടില്ല അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് ഒരു നാണയവും ചെലവഴിക്കപ്പെട്ടിട്ടില്ല. മിന്നഹരിൻ യുൻഹറു യൗമഈദിൻ, ബലി പെരുന്നാളിന് അറക്കുന്ന ഉളഹിയത്തിന് ചെലവാക്കിയ പണത്തേക്കാൾ. ഒരു മനുഷ്യൻ അവന്റെ പോക്കറ്റിൽ നിന്ന് പെട്ടിന്ന് ഒരു കൊല്ലത്തിൽ പല പണവും പോവും. ആ പണത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട പണം ഉളഹിയത്തിന്റെ മൃഗം വാങ്ങാൻ കൊടുത്ത പണമാണ് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ പരമാവധി നിങ്ങൾ നല്ലതിനെ നോക്കിയാൽ പിടിച്ചോളി എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. വില പരമാവധി തർക്കിക്കാതിരിക്കുക. അങ്ങനെയാണ്. ചില കാര്യങ്ങളിൽ തർക്കിക്കുന്നത് കുറക്കുക. എന്നാലോ കരുതി കൂട്ടി വില കൂട്ടിയാൽ അത് അവനെ ഗുരുത്തക്കെടാവുകയും ചെയ്യും. ആ വില ഉപകരിക്കൂല. മനസ്സിലായില്ല? അത് ശ്രദ്ധിക്കണം. ഈ സമയത്ത് ചില ആളുകൾ എന്ത് ചെയ്യും? കരുതി കൂട്ടി വില കിട്ടും. അത് അവർക്ക് ആപത്താണ്. ഒരു മൃഗത്തിന് ആ മൃഗത്തിന്റെ സാധാരണത്വത്തിന് അപ്പുറം അവർ വില വാങ്ങിയാൽ അത് അവർക്ക് കേടാണ്. എന്നാലോ ഈ വിഷയത്തിൽ വില കൊടുത്ത് വാങ്ങി അതിൽ പിന്നെ നല്ലത് കണ്ടു, മൃഗത്തെ പറ്റി പറഞ്ഞത് വില 1-2 വട്ടമൊക്കെ പറഞ്ഞ് പിന്നെ വല്ലാതെ നിന്നില്ല, അത് കൊടുത്തു വാങ്ങിയാൽ അത് മതി. ഒരു കൊല്ലം ഒരു മനുഷ്യനിൽ നിന്ന് പല പണവും ചെലവാകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പണം ഉളഹിയത്തിന് കൊടുത്ത മൃഗത്തിന്റെ പണത്തിന് വേണ്ടി ചെലവാക്കിയ പണമാണ് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വേറെ ഹദീസാണ്, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ചിന്തിക്കണം, ഇതൊക്കെ വളരെ ഇതാണ്. പലതിനും നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട്, ഇതിനാണ് ഏറ്റവും വലിയ വിലയുള്ളത്, ഇതിനാണ് അതിന് ഓരോന്റെ ഫിൽസിൽ അള്ളാഹിന്റെ മഹബത്തുണ്ട്. കാരണം ഇതിൽ ഉജ്ജ്വലമായ ഒരു ത്യാഗവും ചരിത്രമുണ്ട്, ഇതിൽ ഒരു സമർപ്പണമുണ്ട്, ഇതെല്ലാം ഉണ്ട് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയുണ്ട്, ഞാൻ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ എടുത്തു പറയാം. വളരെ അനവധിയാണ് ഹദീസ്. ഉളഹിയത്തിന്റെ പ്രാധാന്യം പറയുന്ന അനവധി. അലാ കുല്ലി ബൈത്തിൻ മിനൽ മുസ്ലിമീന ഉളഹിയ, എല്ലാ പുരക്കാരും ഉളഹിയത്ത് അറുക്കണമെന്ന പുണ്യ റസൂൽ. അതിന് ആ താക്കത്തുണ്ടെങ്കിൽ ഒരു പുരക്കാരും ഉളഹിയത്ത് അറുക്കണം. ഒരു പുരക്ക് ഒന്നറുത്താൽ അത് മതിയാകും എന്ന് ഈ ഹദീസിന് ലക്ഷ്യം പിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് വേണം? ഒരു പുരക്കാരും ഉളഹിയത്ത് അർത്തിരിക്കണം. ഈ ഹദീസ് ലക്ഷ്യം പിടിച്ചാണ് ഈ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉളഹിയത്ത് വാജിബാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. അലാ കുല്ലി ബൈത്തി മിനൽ മുസ്ലിമീന ഉളഹിയ, അലാ കുല്ലി അഹ്ലി ബൈത്തി മിനൽ മുസ്ലിമീന ഉളഹിയ, ഓരോ വീട്ടുകാരും എന്ത് ചെയ്യണം? ഉളഹിയത്ത് അർക്കണം. ഇതാണ് അബൂ ഹനീഫക്ക് 2 ലക്ഷ്യമാണ് ഈ വിഷയത്തിൽ. ഒന്നതാണ് അർക്കണമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ
ഒരു ഹദീസ് കേട്ടോളൂ, ഒരു ഹദീസ്, ഇനി വേറൊരു ഹദീസ് കേട്ടോളൂ, വേറൊരു ഹദീസ് കേട്ടോളൂ. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസ്, മൻ വജദ സഅതൻ ലിഅൻ യുളഹിയ ഫലം യുളഹി ഫലാ യഹ്ദുർ മുസല്ലാനാ. മൻ വജദ സഅതൻ ലിഅൻ യുളഹിയ, ഒരാൾക്ക് ഉളഹിയത്ത് അറക്കാനുള്ള കഴിവുണ്ടായി, ഫലം യുളഹി, എന്നിട്ടും ഉളഹിയത്ത് അറുത്തിട്ടില്ലെങ്കിൽ ഫലാ യഹ്ദുർ മുസല്ലാനാ, പിന്നവൻ ബലിപെരുന്നാൾ നിസ്കാരത്തിന് ഹാജരാകരുത്. ഈ ഹദീസ് അബൂ ഹനീഫക്ക് തെളിവാണ്. എന്തിന്? ശാഫി ഇമാം സുന്നത്താന്ന് പറയുന്നു, അബൂ ഹനീഫ വാജിബാണ്. കാരണം നിസ്കരിക്കാൻ വരരുത് എന്ന് റസൂൽ പറയുകയാണെങ്കിൽ വിഷയം ഗൗരവമാണ്. ഹദീസ് കേട്ടോളൂ, ഈ രണ്ട് ഹദീസാണ് അബൂ ഹനീഫക്ക് തെളിവ്. എന്തിനുള്ള തെളിവ്? വാജിബ് പറയുന്നുണ്ട്. മൻ വജദ സഅതൻ ലിഅൻ യുളഹിയ, ഒരാൾക്ക് ഉളഹിയത്ത് അറുക്കാനുള്ള കഴിവുണ്ടായി, ഫലം യുളഹി, എന്നിട്ടും അവൻ ഉളഹിയത്ത് അർത്തില്ലെങ്കിൽ ഫലാ യഹ്ദുർ മുസല്ലാനാ, പിന്നെ അവൻ ബലിപെരുന്നാൾ നിസ്കരിക്കാൻ വരരുത്. അപ്പോൾ മൊത്തം ജനങ്ങൾ 3 വിഭാഗമായിരിക്കും പെരുന്നാളിന്. ഒന്ന്, ഉളഹിയത്ത് അറക്കാൻ കഴിവില്ല, അറക്കുന്നുമില്ല. രണ്ടാമത്തെ വിഭാഗം, ഉളഹിയത്ത് അറക്കാൻ കഴിവുണ്ട്, അറക്കുന്നും ഉണ്ട്. 3, ഉളഹിയത്ത് അറക്കാൻ കഴിവുണ്ട്, അറക്കണില്ല. അതിൽ 1ഉം 2ഉം വിഭാഗങ്ങൾക്കാണ് നമസ്കാരം. അബൂ ഹനീഫ പറയും അവർക്ക് അത് വീടുള്ളൂ, ഷാഫി ഇമാം പറയും അവർക്ക് പൂർണ്ണമായ കൂലിട്ടുള്ളൂ. മനസ്സിലായില്ല? ചെറിയ വ്യത്യാസം രണ്ടാമത്. നിസ്കാരമാകണമെങ്കിൽ ആദ്യം കഴിവുള്ളവൻ എന്ത് ചെയ്യണം? ഉദയ തർക്കണം എന്ന് ആര് പറയും? അബൂ ഹനീഫ പറയും. ഷാഫി ഇമാം പറയും എന്ത് ഗൗരവമാണ്, പൂർണ്ണമായ കൂലിട്ടണമെങ്കിൽ അർക്കണമെന്ന് പറയും. കമാലിയത്ത് പറയും, മറ്റൊരു സിഹത്ത് എന്ന് പറയും. ചിന്തിക്ക്. മൻ വജദ സഅതൻ ലിഅൻ യുളഹിയ, ഒരാൾക്ക് ഉളഹിയത്ത് അറക്കാനുള്ള കഴിവുണ്ടായി, ഫലം യുളഹി, എന്നിട്ടും അയാൾ ഉളഹിയത്ത് അറത്തിട്ടില്ലെങ്കിൽ ഫലാ യഹ്ദുർ മുസല്ലാന, പിന്നെ അവൻ നമ്മൾ പെരുന്നാൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് പോലും അവൻ ഹാജരാകാൻ പാടില്ല എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം മൊത്തം ജനങ്ങൾ 3: 1, ഉളഹിയത്ത് അറക്കാൻ കഴിവില്ല, അറക്കണില്ല. 2, ഉളഹിയത്ത് അറക്കാൻ കഴിവുണ്ട്, അറക്കണമുണ്ട്. ഇവർ 2 കൂട്ടർക്കും പെരുന്നാൾ നിസ്കാരം പൂർണ്ണമായിട്ടുണ്ട്. 3, ഉളഹിയത്ത് അറക്കാൻ കഴിവുണ്ട്, അറക്കണില്ല. ചിന്തിക്കും. ആയത്തും അങ്ങനെയാ പറഞ്ഞ, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഖിതാബുൻ ലികുല്ലി മുസ്ലിമീന, എല്ലാ മുസ്ലിമീങ്ങളോടും അല്ലാഹു അഭിസംബോധന ചെയ്യാ. ഇന്നാ അഅ്തൈനാകൽ കൗസർ, നിനക്ക് ഞാൻ മഹ്ശറിൽ വെച്ച് കൗസർ തരാം. ഫസല്ലി, നീ ബലി റബ്ബിക, നിന്റെ റബ്ബായി എനിക്ക് വേണ്ടി നീ തക്ബീർ ഒച്ചത്തിൽ ചൊല്ലിയിട്ട് ബലിപെരുന്നാൾ നിസ്കരിക്കുക. വൻഹർ, അത് കഴിഞ്ഞാൽ ഉടനെ നടക്കുക. ഇന്ന ശാനിയക ഹുവൽ അബ്തർ, നിന്നെ ആക്ഷേപിച്ച് നടക്കുന്നവൻ കുറ്റേറ്റവും. അപ്പൊ 2 നേട്ടം, 1 ഉപകാരം, 2 ഉപദ്രവത്തെ തടയൽ. 2മുണ്ട് എന്തിൽ? ഉളഹിയത്തിൽ. നിനക്ക് ഞാൻ കൗസർ തരാം. ഫസല്ലി റബ്ബിക, നിന്റെ റബ്ബായ എനിക്ക് വേണ്ടി നീ ബലിപെരുന്നാൾ നിസ്കരിക്കുക. വൻഹർ, അത് കഴിഞ്ഞാൽ ബലിയെടുക്കുക. ഇത് അങ്ങനത്തെ നടപ്പിലാക്കുന്ന എത്രയോ നാടുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ബലിപെരുന്നാൾ ആ പുതിയ വസ്ത്രത്തിൽ വന്നിട്ട്, പുതിയ പുതുവസ്ത്രത്തിൽ വന്ന് ബലിപെരുന്നാൾ നിസ്കരിച്ചിട്ട് മുകളിലൊരു മുണ്ടൻ കെട്ടിയിട്ട് ആ പുതുവസ്ത്രത്തിൽ ആയിക്കൊണ്ട് നടക്കും. നിസ്കാരം കഴിഞ്ഞാൽ വേഗം അറിവ്. ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ഇന്ന അഅ്തൈനാകൽ കൗസർ, ഞാൻ നിനക്ക് കൗസർ തരാം. ഓരോരുത്തരോടും പറയാം അല്ലാഹു തരാം, ഞാൻ നിനക്ക് കൗസർ തരാം. മനസ്സിലായില്ലേ? തുടക്കത്തിൽ നേട്ടം പറഞ്ഞിട്ടുണ്ട്, ഒടുക്കത്തിൽ നേട്ടം പറഞ്ഞിട്ടുണ്ട്, നടുവിൽ 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന അഅ്തൈനാകൽ കൗസർ, ഞാൻ നിനക്ക് കൗസർ തരാം. പിന്നെ ഫസല്ലി റബ്ബിക, ഈ ചെയ്യേണ്ടത് നിന്റെ റബ്ബായ എനിക്ക് വേണ്ടി നീ ബലിപെരുന്നാൾ നിസ്കരിക്കണം. വൻഹർ, ഉളഹിയത്ത് അറക്കുകയും വേണം. ഇന്ന ശാനിയക ഹുവൽ അബ്തർ, നിന്നെ ആക്ഷേപിക്കുന്നവൻ കുറ്റേറ്റവും, അവൻ നശിച്ചു. അവൻ നിന്റെ ശത്രുവിനെ പരാജയപ്പെടുത്തിയും തരാം. നിനക്ക് ഞാൻ പരലോകത്ത് കൗസറും തരാം. പരലോകത്ത് നിന്ന് മാത്രം വെക്കേണ്ട, കൗസർ എന്നാണ്, വർദ്ധനവ് എന്നാണ് കൗസർ എന്ന വാക്കിന്റെ അർത്ഥം. എന്താ പറഞ്ഞത്? കൗസർ എന്നവന് ഞാൻ, കൗസറിന് ഞാൻ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് മുമ്പ് ചെറുവാടി വെച്ചിട്ട്, ഒരു 3-4 ദിവസത്തെ പ്രസംഗം. ഓർമ്മ നിങ്ങൾക്കത്? ആ കേസറ്റ് ഒന്ന് പരിശോധിച്ചോളൂ.
കൗസറിനൊരു വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞെല്ലാം തോന്നുന്നു അല്ലേ? ആ, അതൊരു വല്ലാത്ത പിന്നെ വ്യാഖ്യാനാണ്. അതൊന്ന് നോക്കിക്കോളൂ. കൗസറിന് ഒരുപാട് അർത്ഥമുണ്ട്. കൗസറിന്റെ ഒരർത്ഥം വർദ്ധനവ്. അപ്പോൾ തുടക്കത്തിലും നേട്ടത്തിലും അവസാനം നേട്ടം തന്നെ. ഇന്നേട്ടനാക്കൽ കൗസർ, ഈ ഉദഹ്യത്തിന്റെ പൈസ ചെലവാകുന്ന കമ്മിയാവുന്ന വിചാരിക്കണ്ട. ആ പൈസ ഞാൻ നിനക്ക് വർദ്ധിപ്പിച്ച് തിരിച്ചു തരാം. ഫസല്ലി റബ്ബിക വൻഹർ, നീ ബലിയനാൾ നിസ്കരിക്കുകയും അർക്കുകയും ചെയ്താൽ മതി. വർദ്ധനവും തരാം. ഇന്ന ഷാനിയൊക്കെ കൊല്ലപുത്തർ, നിന്റെ ശത്രുവിനെ പരാജയപ്പെടുത്തിയും തരാം. നീ എന്ത് ചെയ്താൽ മതി? ബലിയനാൾ നിസ്കരിക്കുക, അർക്ക. ആപത്തിനെ ഉദഹ്യത്തെടുത്താൽ ആപത്തിനെ തടഞ്ഞേരാം എന്ന് സൂറത്തുൽ ഹജ്ജിലുണ്ട്. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവാനിൻ കഫൂർ. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും കദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വബശ്ശിരിൽ മുഹ്സിനീൻ ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ. കേട്ടോ, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, ഇതിന്റെ രക്തവും മാംസവും ഒന്നും അള്ളാഹുവിന് ആവശ്യമല്ല. നിങ്ങൾക്ക് ഏതോ ബിംബത്തിന് ബലി കൊടുക്കും പോലെ അല്ല ഇത്. ഇതിൽ എന്താണ് ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ, അതിന്റെ രക്തവും അള്ളാഹ്ക്ക് വേണ്ട, മാംസം അള്ളാഹ്ക്ക് വേണ്ട. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ സമർപ്പണം പരിശോധന മാത്രമാണ്. നിങ്ങൾ എത്ര തഖ്വയോടുകൂടെ സമർപ്പിക്കും. പിന്നെയോ ബശ്ശിരിൽ മുഹ്സിനീൻ ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് ഇതൊക്കെ അള്ളാഹു ചെയ്തു തന്നതിനുള്ള ഒരു അള്ളാഹുവിന്റെ നാമത്തെ നിങ്ങൾ വാഴ്ത്താൻ വേണ്ടിയാണ്. വബശ്ശിരിൽ മുഹ്സിനീൻ, ഒരു വാക്ക് കേൾക്കുമ്പോൾ നന്മ മനസ്സിലാക്കിയിട്ട് വഴിപ്പെടുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അടുത്ത വാക്ക് ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ, ഇത്തരം കർമ്മം വഴി മുഅ്മിനീങ്ങൾക്ക് വരുന്ന ആപത്തിന് അള്ളാഹു തടഞ്ഞു തരും. ഇന്നല്ലാഹ യുദാഫിഉ ദിഫാ, മനസ്സിലായില്ലേ? വസാറത്തു ദിഫാ എന്ന് പറഞ്ഞാൽ പ്രതിരോധ മന്ത്രാലയം. വസീറുദ്ദിഫാ, പ്രതിരോധ മന്ത്രി. മനസ്സിലായില്ലേ? ദിഫാ, ഇന്നല്ലാഹ യുദാഫിഉ, അല്ലാഹു പ്രതിരോധിക്കും. അനില്ലദീന ആമനൂ, ഇത്തരം കർമ്മം വഴി മുഅ്മിനീങ്ങൾക്ക് വരുന്ന ആപത്തിനെ അല്ലാഹു തആല തടുത്തരും. അപ്പോൾ ഉദഹ്യത്തിൽ പരലോകത്ത് കൂലി കിട്ടും. ഈ ലോകത്ത് വരുന്ന പല പ്രശ്നങ്ങളെ അല്ലാഹു തആല തടഞ്ഞു തരും. ഈ ബോധം പഴയ കാലത്ത് ആളുകൾക്ക് ഉണ്ടായിരുന്നു. ഒരു കൊല്ലെങ്കിലും ഉദഹ്യത്ത് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്റെ വല്യമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇക്കൊല്ലം ഉദഹ്യത്ത് കൂടാൻ കഴിഞ്ഞില്ല, ഇനി എന്താണ് സംഭവിക്കാവോ, ഇനി എന്തൊക്കെ മുസീബത്തായി കൊല്ലം വരാനുള്ളതാവും. എന്റെ വല്യമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹക്കൻ, എന്റെ വല്യമ്മ പറയുന്നത് ഞാൻ എന്റെ ചെവി കേട്ടിട്ടുണ്ട്. ഇക്കൊല്ലം ഉദഹ്യത്ത് ഇറക്കാൻ കഴിഞ്ഞില്ല, ഇനി എന്തൊക്കെ മുസീബത്ത് വരുന്നാവോ. ആരും പറയാം ഒരു വിവരമല്ല അവർക്ക്. എത്രയോ കാലം മുമ്പുള്ള കഥ പറയാൻ ഞാൻ. അപ്പോൾ അവർക്കൊരു ബോധം ഉണ്ടായിരുന്നു. എന്ത്? ഇതൊരു ദിഫാണ്. വരുന്ന പല ജാതി ആപത്തിനെയും ഇതുവഴി അല്ലാഹു തആല തടഞ്ഞു. മോട്ടോർ സൈക്കിൾ വന്ന് വീണാൽ മൂക്ക് കുത്തി വീണു, ഒന്നും പറ്റിയില്ല. കുട്ടി വെള്ളത്തിൽ വീണു, ഒന്നും പറ്റിയില്ല. താഴത്തെ കുട്ടിയാണ് വീണു, ഒരു തോലാൻ, ഒന്നും പറ്റിയില്ല, ഒന്നും ഉണ്ടായില്ല. പലതും സംഭവിക്കും. ഒരു ഭാഗം കടയുടെ ഒരു ഭാഗം തീ കത്തിപ്പിടിച്ച് കണ്ടപ്പോഴത്തിന് കെടുത്തിപ്പോയി. ഇല്ലെങ്കിൽ എന്തോ സംഭവിക്കായിരുന്നു, ഒന്നും സംഭവിച്ചില്ല. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ, മുഅ്മിനീങ്ങൾക്ക് ഒരു കൊല്ലം വരാനുള്ള എല്ലാ ആപത്തിനെയും ഇതുവഴി അല്ലാഹു തആല തടഞ്ഞു തരും. പരലോകത്ത് കൂലിയും തരും, ഈ ലോകത്ത് വർധനവും തരും. പരലോകത്ത് കൂലിയും തരും, ആപത്തിനെ തടഞ്ഞും തരും. ഉദഹ്യത്ത് മതി. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.